വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ അഞ്ജലി കൃഷ്ണൻ. അപ്പൊ നമ്മൾ ഇന്ന് പ്രീ പ്രൈമറിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസുകളായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് വിദ്യാഭ്യാസ ഏജൻസികളുടെ ധർമ്മം എന്തൊക്കെയാണ്, അതുപോലെ തന്നെ അന്തർദേശീയ തലത്തിലായാലും ദേശീയ തലത്തിലായാലും സംസ്ഥാന തലത്തിലായാലും ഏജൻസികൾ ഏതൊക്കെയാണ്, ഇനി അതുമായി ബന്ധപ്പെട്ട് അതിന്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള ഏരിയയിൽ നിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ ഏരിയയിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസുകളാണ് പറയുന്നത്. നോക്കിക്കോളാം. ഫസ്റ്റ് വൺ ഇതാണ്. പ്രീ സ്കൂൾ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു അന്തർദേശീയ ഏജൻസിയാണ് എന്നാണ് ചോദിക്കുന്നത്. ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ NCERT, ഓപ്ഷൻ ബി NIPCCD, ഓപ്ഷൻ സി യുനെസ്കോ, ഓപ്ഷൻ ഡി ICCW. ഇവിടെ എന്താണ് നമുക്കൊരു കൺഫ്യൂഷൻ തോന്നാം അല്ലെ. ഏതാണ് ഒരു അന്തർദേശീയ ഏജൻസി എന്നാണ് ചോദിക്കുന്നത്. അന്തർദേശീയ ഏജൻസി ഏത് എന്ന് ചോദിക്കുമ്പോൾ എന്ത് എഴുതാം? യുനെസ്കോ നമുക്ക് ചെയ്യാം അല്ലെ. യുനെസ്കോ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ബാക്കിയുള്ളതൊക്കെയാണ് NCERT ആയാലും NIPCCD ആയാലും അതുപോലെ തന്നെ ICCW എന്തായാലും ഏതാണ് ഒരു ദേശീയ ഏജൻസിയാണ് അല്ലെ. ദേശീയ ഏജൻസികളാണ്. ഈ യുനെസ്കോ ഏതുമായി ബന്ധപ്പെട്ടാണ് വരുന്നത്? അത് ഐക്യരാഷ്ട്ര സംഘടനയുമായി ബന്ധപ്പെട്ട ഐക്യരാഷ്ട്ര സംഘടനയുടെ ഏജൻസിയാണ് അല്ലെ. ഇനി ഇത് എന്നാണ് യുനെസ്കോ ആരംഭിച്ചത് അല്ലെങ്കിൽ യുനെസ്കോ തുടങ്ങിയ വർഷം ഏതാണ് എന്ന് പഠിക്കണം. ഏതാണ് ആ യുനെസ്കോന്റെ വർഷം? അത് കറക്റ്റ് ആയിട്ട് പഠിച്ചു പോകുക. 1946 നവംബർ 16 അപ്പൊ ക്വസ്റ്റ്യൻ നോക്കിക്കോളാം. പ്രീ സ്കൂൾ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു അന്തർദേശീയ ഏജൻസിയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ എ NCERT, ഓപ്ഷൻ ബി NIPCCD, ഓപ്ഷൻ സി യുനെസ്കോ, ഓപ്ഷൻ ഡി ICCW. എന്താണ് ഇവിടെ ആൻസർ വരുന്നത്? യുനെസ്കോ ആണ് ആൻസർ വരുന്നത്. എന്താണ് യുനെസ്കോ ആൻസർ വരാനായിട്ടുള്ള കാരണം? അന്തർദേശീയ ഏജൻസി എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഇതിൽ അന്തർദേശീയ ഏജൻസി വരുന്നത് ആകെ വരുന്നത് ഏതാണ്? യുനെസ്കോ ആണ്. ബാക്കിയുള്ളതൊക്കെ ഏതാണ്? NCERT ആയാലും NIPCCD ആയാലും ICCW ഒക്കെ ആയാലും എന്താണ്? ദേശീയ ഏജൻസിയാണ്. ഇനി യുനെസ്കോ നമ്മൾ ഏതുമായി ബന്ധപ്പെട്ടാണ് കേട്ടിരിക്കുന്നത്? ഐക്യരാഷ്ട്ര സംഘടനയുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ കേട്ടിരിക്കുന്നത് അല്ലെ. ഐക്യരാഷ്ട്ര സംഘടനയുമായി ബന്ധപ്പെട്ടാണ് എന്ന് നമ്മൾ യുനെസ്കോ കേട്ടിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ യുനെസ്കോ സ്ഥാപിച്ച വർഷം അത് ഓർക്കണം. 1945 നവംബർ 16 അത് കറക്റ്റ് ആയിട്ട് ഓർക്കുക. ഇനി അതിന്റെ ആസ്ഥാനം പഠിക്കണം. എവിടെയാണ് ആസ്ഥാനം? പാരീസിലാണ് ആസ്ഥാനം. പാരീസിലാണ് യുനെസ്കോന്റെ ആസ്ഥാനം വരുന്നത്. ഇനി അതുപോലെ തന്നെ ഇതിന്റെ ഫുൾ ഫോം പഠിക്കണം. ഏതാണ് അതിന്റെ ഫുൾ ഫോം? യുണൈറ്റഡ് നേഷൻ അല്ലെ. യുണൈറ്റഡ് നേഷൻ ഫോർ എഡ്യൂക്കേഷൻ, സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ. ഇതാണ് യുനെസ്കോന്റെ ഫുൾ ഫോം. നിങ്ങൾ പഠിക്കുമ്പോൾ എല്ലാത്തിന്റെയും ഫുൾ ഫോമുകൾ അടക്കം പഠിച്ചു വെക്കുക. യുനെസ്കോന്റെ ആയാലും യൂണിസെഫിന്റെ ഒക്കെ ആയാലും ഫുൾ ഫോം പഠിച്ചു വെക്കണം. അപ്പൊ ഇവിടെ കറക്റ്റ് ആയിട്ട് ഓർക്കുക. പ്രീ സ്കൂൾ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു അന്തർദേശീയ ഏജൻസി. അപ്പൊ ഓപ്ഷൻ നോക്കുക, അതിനകത്ത് അന്തർദേശീയ ഏജൻസി ഏതാണെന്ന് നോക്കുക. ഇനി നെക്സ്റ്റ് നോക്കിക്കോളാം. താഴെ പറയുന്നവയിൽ ശിശുക്ഷേമ പ്രവർത്തനത്തിന് വേണ്ടി അല്ലാത്ത പ്രവർത്തിക്കുന്ന ഏജൻസി ഏതെന്നാണ് ചോദിക്കുന്നത്. ശിശുക്ഷേമ പ്രവർത്തനത്തിന് വേണ്ടി അല്ലാതെ പ്രവർത്തിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. നോക്കിക്കേ. CSWB, കെയർ, യുണിസെഫ്, NCTE. ഏതായിരിക്കും ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്? NCTE ആണ്. എന്താണ് NCTE എന്ന് വെച്ചാൽ? ഇതിന്റെ ഫുൾ ഫോം പഠിക്കണം. എന്താണ് ഫുൾ ഫോം? നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ. ഇതാണ് NCTEയുടെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ട് പഠിക്കുക. നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ. അപ്പൊ ഇതെന്തായിരിക്കാം? NCTE ടീച്ചേഴ്സുമായി ബന്ധപ്പെട്ടാണ് അല്ലെ. ടീച്ചർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് അവരുടെ ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു ഓർഗനൈസേഷൻ ആണ് എന്താ? NCTE എന്ന് പറഞ്ഞാൽ. ബാക്കിയുള്ള CSWB ആയാലും കെയർ ആയാലും യുണിസെഫ് ഒക്കെ ആയാലും എന്താണ്? ശിശുക്ഷേമ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. ഈ മൂന്നും എന്താണ്? ശിശുക്ഷേമ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. ശിശുക്ഷേമ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. ബാക്കി NCTE എന്താണ്? ടീച്ചേഴ്സ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന സ്ഥാപനമാണ്. അത് ഏജൻസിയാണ്. അത് കറക്റ്റ് ആയിട്ട് ഓർത്തു പോകുക. അതുകൊണ്ടാണ് അത് NCTE ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് നോക്കിക്കോളാം.
ശിശുക്ഷേമ പരിപാടികൾക്ക് ധനസഹായം നൽകുന്ന ഒരു ഐക്യരാഷ്ട്ര ഏജൻസിയാണ് എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ WHO, അതുപോലെ തന്നെ കെയർ, യുനെസ്കോ, യുണിസെഫ്. ഏതായിരിക്കും ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്? യുണിസെഫ് ആണ് ആൻസർ ആയിട്ട് വരുന്നത് അല്ലെ. ഏതാണ്? ധനസഹായം നൽകുന്ന ഏജൻസി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ യുണിസെഫിന്റെ ഫുൾ ഫോം എന്തായിരിക്കാം? യുണൈറ്റഡ് നേഷൻസ് ഫോർ ചിൽഡ്രൻ എമർജൻസി ഫണ്ട് അല്ലെ. യുണൈറ്റഡ് നേഷൻസ് ഫോർ ചിൽഡ്രൻ എമർജൻസി ഫണ്ട്. ചിൽഡ്രൻ എമർജൻസി ഫണ്ട്, ഇതാണ് എന്താ യുണിസെഫിന്റെ ഫുൾ ഫോം. ഇനി അത് തുടങ്ങിയ വർഷം പഠിക്കണം. 1946 ഡിസംബർ 11. ഇതിന്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂയോർക്കിലാണ് ആസ്ഥാനം. ന്യൂയോർക്കിലാണ് ആസ്ഥാനം വരുന്നത്. ഇനി എന്തൊക്കെയാണ് യുണിസെഫിന്റെ ധർമ്മം? എന്തൊക്കെയാണ് യുണിസെഫ്? അതിന്റെ ധർമ്മം പഠിക്കണം. എന്തൊക്കെയാണ്? ശിശുക്കളുടെ സമഗ്ര വികസനം അല്ലെ, ആരോഗ്യപരമായിട്ടുള്ളതും അല്ലാതെയായിട്ടുമുള്ള സമഗ്ര വികസനം, അതാണ് എന്ത് യുണിസെഫ് കാഴ്ചവെക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം അതാണ്, സമഗ്ര വികസനം. അതുപോലെ തന്നെ ശിശുക്കളുടെ മരണനിരക്ക് കുറയ്ക്കുവാനുള്ള പദ്ധതികൾ രൂപീകരിക്കുക. മരണനിരക്ക്. ഇനി അതുപോലെ തന്നെ കുട്ടികളുടെ മാനസിക വൈകല്യങ്ങൾ, അതുപോലെ തന്നെ മറ്റ് ആരോഗ്യകരമായിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ, ഇതെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏജൻസി അല്ലെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടിയുള്ള പദ്ധതികൾക്ക് ധനസഹായം നൽകുക. ഇതും എന്താണ്? യുണിസെഫിന്റെ കടമയാണ്, ധനസഹായം. അതുപോലെ തന്നെ കുട്ടികളുടെ മാനസികാരോഗ്യം, അതുപോലെ തന്നെ കുട്ടികളുടെ ആ ഒരു വികസനത്തെ പറ്റിയുള്ള ഒരു ബോധം പൊതുജനങ്ങൾക്കും അതുപോലെ തന്നെ രക്ഷിതാക്കൾക്കും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതും എന്തിന്റെ കടമയാണ്? യുണിസെഫിന്റെ കടമയാണ്, യുണിസെഫിന്റെ ലക്ഷ്യമാണ്. ഇത് കറക്റ്റ് ആയിട്ട് പഠിച്ചു പോകുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളാം. ശിശുവികാസം സംബന്ധിച്ച് നിയമനിർമ്മാണം നടത്തുന്ന ഏജൻസി ഏത് എന്നാണ് ചോദിക്കുന്നത്. NCERT, NIPCCD, CSWV, ICCW. ഏതായിരിക്കാം നിയമനിർമ്മാണം നടത്തുക എന്ന് പറയുമ്പോൾ ഏതായിരിക്കും ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്? ICCW അല്ലെ. ICCW ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഇതിന്റെ ഫുൾ ഫോം പഠിക്കണം. എന്താണ് ഇതിന്റെ ഫുൾ ഫോം എന്ന് പഠിക്കുക. ഇന്ത്യൻ കൗൺസിൽ ഓഫ് ചിൽഡ്രൻ വെൽഫെയർ എന്നുള്ളതാണ് അതിന്റെ ഫുൾ ഫോം. ഇന്ത്യൻ കൗൺസിൽ ഫോർ ചിൽഡ്രൻ വെൽഫെയർ. ചിൽഡ്രൻ വെൽഫെയർ, ഇതാണ് ICCWന്റെ ഫുൾ ഫോം. എന്തൊക്കെയാണ് ഇതിന്റെ ധർമ്മങ്ങൾ? ICCWന്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? അതായത് കുട്ടികൾക്ക്, ശിശുക്കൾക്ക് വേണ്ടിയിട്ടുള്ള നിയമനിർമ്മാണം, അതുപോലെ തന്നെ പരിഷ്കരണ പരിപാടികൾ, അതുപോലെ തന്നെ സെമിനാറുകൾ സംഘടിപ്പിക്കുക. അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഓരോ പ്രോഗ്രാമിന്റെ മെഡലുകളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്യുക. അതുപോലെ തന്നെ തെരുവിലുള്ള കുട്ടികൾക്ക് അനൗപചാരിക വിദ്യാഭ്യാസം കൊടുക്കുക. കുട്ടികൾക്ക് അനൗപചാരിക വിദ്യാഭ്യാസം. അതുപോലെ തന്നെ ബാലവാടി, അംഗൻവാടി വർക്കേഴ്സ്, ടീച്ചേഴ്സിനൊക്കെ ട്രെയിനിങ് കൊടുക്കുക. ഇതൊക്കെ എന്തിന്റെ പ്രോഗ്രാമാണ്? എന്തിന്റെ ലക്ഷ്യമാണ്? ICCWന്റെ ലക്ഷ്യമാണ്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ഓർത്തു പോകുക. നിയമനിർമ്മാണവും അതുപോലെ തന്നെ പരിഷ്കരണവും നടത്തുന്ന ഏജൻസി ഏതാണ്? ICCW ആണ്. അത് കറക്റ്റ് ആയിട്ട് പഠിച്ചു പോകുക. അതിന്റെ ഫുൾ ഫോം പഠിക്കണം. എന്തൊക്കെയാണ് അതിന്റെ ലക്ഷ്യങ്ങൾ, എന്തൊക്കെയാണ് അതിന്റെ എയിംസ് എന്ന് പഠിക്കുക, എന്തൊക്കെയാണ് അതിന്റെ ധർമ്മങ്ങൾ എന്ന് പഠിക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കിക്കോളാം. വിദ്യാഭ്യാസവും സമൂഹവും തമ്മിലുള്ള സഹകരണം ഉറപ്പുവരുത്തുന്ന ഏജൻസി ഏത് എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ വനിതാ സമാജം, ഓപ്ഷൻ ബി അധ്യാപക സംഘടന, ഓപ്ഷൻ സി അധ്യാപക രക്ഷകർതൃ സംഘടന, ഓപ്ഷൻ ഡി മാതൃസംഘടന. ഇവിടെ എന്തായിരിക്കാം? വിദ്യാഭ്യാസവും പ്ലസ് എന്താണ് സമൂഹവും തമ്മിലുള്ള ഒരു സഹകരണം ഉറപ്പുവരുത്തുന്ന ഏജൻസി ഏതെന്നാണ് ചോദിക്കുന്നത്. ഏതായിരിക്കാം? അധ്യാപക രക്ഷകർതൃ സംഘടനയാണ് അവിടെ വരുന്നത്. അവിടെയാണ് എന്ത് ഒരു അധ്യാപകനും അല്ലെങ്കിൽ എന്താണ് ഒരു സ്കൂളും അല്ലെങ്കിൽ വിദ്യാഭ്യാസവും സമൂഹവുമായിട്ടൊരു ബന്ധം വരുന്നത് അല്ലെ, സഹകരണം വരുന്നത് ഇവിടെയാണ്, അധ്യാപക രക്ഷകർതൃ സംഘടനയിലാണ് എന്ന് ഓർത്ത് വെക്കാം. ഇനി നെക്സ്റ്റ് നോക്കിക്കോളാം. ഓക്കെ, അപ്പോ നിങ്ങൾ എല്ലാവരും പ്രീ പ്രൈമറി എക്സാമിന് തയ്യാറെടുക്കുന്നവരായിരിക്കും.
നമ്മുടെ എക്സാം വളരെ അടുത്തെത്തി കഴിഞ്ഞു അല്ലെ. നമുക്ക് വളരെ ചുരുങ്ങിയ ദിവസം മാത്രമേ എക്സാമിനുള്ളൂ. അപ്പോൾ ഇനി നിങ്ങളിൽ പലരും തന്നെ ഈ LP എക്സാംസിന് തയ്യാറെടുക്കുന്നവരായിരിക്കും. വളരെ ആരും തന്നെ അധികമൊന്നും പ്രീ പ്രൈമറിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാത്തവരായിരിക്കാം. അപ്പൊ ഇനി LP എക്സാം കഴിഞ്ഞു, ഇനി കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് വളരെ ചുരുങ്ങിയ ദിവസമുള്ളൂ എന്നറിയാം. ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് എങ്ങനെ നമുക്ക് ഈ പ്രീ പ്രൈമറി എക്സാം ക്രാക്ക് ചെയ്യാം? അതിനായിട്ട് നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കിൽ ഒരു ക്രാഷ് കോഴ്സ്, ഒരു ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യുക. അപ്പൊ നമ്മുടെ ഫീച്ചേഴ്സ് നോക്കാം. നമുക്ക് റെക്കോർഡിംഗ് ക്ലാസ്സുകൾ ഉണ്ട്, അതുപോലെ തന്നെ PDF നോട്ട്സ് ഉണ്ട്. നിങ്ങൾക്ക് ഒരു മെന്റർ ഉണ്ടാകും. ഈ മെന്ററിന്റെ ആ ഒരു സപ്പോർട്ടോട് കൂടിയാണ് നിങ്ങൾ പഠിച്ചു തുടങ്ങുന്നത്. അതുപോലെ തന്നെ കറക്റ്റ് ആയിട്ടുള്ള ടൈം ടേബിൾ ബേസ് ചെയ്തിട്ടാണ് പഠിക്കുന്നത്. അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് അടക്കം നിങ്ങൾക്ക് തരുന്നുണ്ട്. അതുപോലെ തന്നെ അതിൽ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാകും. ആ ഒരു മെന്റർഷിപ്പ് സപ്പോർട്ട് ഉണ്ടാകും. അപ്പൊ അങ്ങനെ നമുക്ക് വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് നമുക്ക് എങ്ങനെ ആ ഒരു പ്രീ പ്രൈമറി എക്സാം മറികടക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ ക്രാഷ് കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എല്ലാവരും മറക്കാതെ ജോയിൻ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുക. 8589083568 എന്നുള്ള നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് പോകാം. നോക്കിക്കോളാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: അധ്യാപക വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരവും ഭൗതിക നിലവാരവും നിലനിർത്തുന്നതിന് വേണ്ടി സ്ഥാപിതമായ ഒരു ദേശീയ തല ഏജൻസി എന്നാണ് ചോദിക്കുന്നത്. NCERT, NIPCCD, CSWB, NCTE. ഏതായിരിക്കും ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്? അധ്യാപക വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരവും അതുപോലെ തന്നെ ഭൗതിക നിലവാരവും ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് സ്ഥാപിതമായ ഒരു ദേശീയ തല ഏജൻസി. ദേശീയ തലം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. എന്താണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്? NCTE ആണ്. ഓക്കെ, NCTE നമ്മൾ മുന്നേ പറഞ്ഞിരുന്നല്ലോ, നാഷണൽ കൗൺസിൽ ഓഫ് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ. അതാണ് അതിന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ. ഇവിടെ എന്താണ് NCTE കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അധ്യാപക വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക, അതുപോലെ തന്നെ അവരുടെ ഭൗതിക നിലവാരവും നിലനിർത്തുക. അതിനുവേണ്ടി സ്ഥാപിതമായതാണ് എന്ത്? NCTE എന്ന് പറഞ്ഞാൽ. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ഓർത്തു പോകണം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളാം. രക്ഷകർത്താക്കൾക്ക് തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പാഠ്യേതര പ്രവർത്തനങ്ങളിലും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലും അവസരം ഒരുക്കുന്ന ഒരു സംഘടന ഏത് എന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? BRC, PMC, PTA, SRG. ഇവിടെ ഏതായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്? രക്ഷകർത്താക്കൾക്ക് അല്ലെ തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പാഠ്യേതര പ്രവർത്തനങ്ങളിലും വിദ്യാലയ പ്രവർത്തനങ്ങളിലും പ്രവർത്തിക്കാൻ അവസരം ഒരുക്കുന്നു എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് എന്തായിരിക്കും ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്? PTA അല്ലെ. നമ്മൾ ഓരോ സെം കഴിയുമ്പോഴും എന്താണ് നമുക്ക് PTA മീറ്റിംഗ് നടത്തുന്നുണ്ട് അല്ലെ. മാതാപിതാക്കൾ അവിടെ ചെല്ലുന്നുണ്ട്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ആ ഒരു PTA മീറ്റിംഗ് നടത്തി ആ ഒരു ബന്ധപ്പെട്ട ആളുകളെയൊക്കെ തിരഞ്ഞെടുക്കുന്നുണ്ട്. PTA മീറ്റിംഗിൽ ആ ഒരു ജോയിന്റ് സെക്രട്ടറിനെയും അതിനൊക്കെ തിരഞ്ഞെടുക്കുന്നുണ്ട് അല്ലെ. ഇനി അതുപോലെ തന്നെ ഈ കുട്ടികളുടെ പഠന നിലവാരം അറിയാനും എന്ത് സാധിക്കുന്നുണ്ട്? ഈ PTA ഇതിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ഓർത്തു പോവുക. PTA ആണ്. ഇതിലൂടെ എന്താണ് ആ ഒരു അധ്യാപകരോടും അതുപോലെ തന്നെ കുട്ടികളോടും ആ ഒരു വിദ്യാലയ സമൂഹത്തില് നമ്മുടെ ആ ഒരു രക്ഷിതാക്കൾക്ക് ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. കുട്ടികളുടെ ആ ഒരു ഇവാലുവേഷൻ തന്നെയാണ് അവിടെ നടക്കുന്നത്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ഓർക്കുക. പാഠ്യേതര പ്രവർത്തനങ്ങളിൽ രക്ഷിതാക്കൾ കൂടി അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? പങ്കെടുക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളാം. ശിശുവിദ്യാലയത്തിന്റെ മേൽനോട്ടവും പരിശോധനയും നടത്താൻ നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥൻ ഏത് എന്നാണ് ചോദിക്കുന്നത്. AEO, ഹെഡ് മാസ്റ്റർ, DEO, ICCS ഓഫീസർ. ഏതായിരിക്കും? ഇവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ തോന്നാം, ഹെഡ് മാസ്റ്റർ എന്ന് നമുക്ക് തോന്നാം. പക്ഷെ ഹെഡ് മാസ്റ്റർ അല്ല. എന്താണ് ഇവിടെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ശിശുവിദ്യാലയത്തിന്റെ മേൽനോട്ടവും പരിശോധനയും നടത്താൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായിരിക്കും ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്? AEO ആണ്. അസിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ഓഫീസർ. അതാണ് AEO എന്ന് പറഞ്ഞത് അല്ലെ. ശിശുവിദ്യാലയത്തിന്റെ മേൽനോട്ടവും പരിശോധനയും നടത്താൻ നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥനാണ് ആര്? AEO. അപ്പൊ നമുക്കറിയാം സ്കൂളിൽ AEO വരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു കുട്ടികളുടെ സ്കൂളുകളിൽ വിദ്യാലയങ്ങളിലൊക്കെ AEO വരുന്നു എന്ന് പറയുമ്പോൾ ടീച്ചേഴ്സ് ആയാലും നല്ല തയ്യാറെടുപ്പായിരിക്കും, കുട്ടികളായിരിക്കും വളരെ നീറ്റായിട്ട് കെയർഫുൾ ആയിട്ട് വരും അല്ലെ. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ഓർക്കുക. AEO ആണ്, ഹെഡ് മാസ്റ്റർ അല്ല. ഇനി നെക്സ്റ്റ് നോക്കിക്കോളാം. നെക്സ്റ്റ് വരുന്നതാണ് കുഞ്ഞുങ്ങളുടെ പാഠ്യേതര പ്രവർത്തനങ്ങളിലും വിദ്യാലയ പ്രവർത്തനങ്ങളിലും അവസരം നൽകുന്ന ഒരു സംഘടന ഏത് എന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? BRC, PMC, PTA, SRG. ഇവിടെ എന്തായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്? PTA ആണ് അല്ലെ. PTA. അത് കറക്റ്റ് ആയിട്ട് ഓർക്കുക. ഏതാണ്? കുഞ്ഞുങ്ങളുടെ പാഠ്യേതര പ്രവർത്തനങ്ങളിലും വിദ്യാലയ പ്രവർത്തനങ്ങളിലും അവസരം നൽകുന്ന ഒരു സംഘടന എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അത് വരുന്നത്? PTA ആണ്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ഓർത്തു പോകുക. ഇനി നെക്സ്റ്റ് നോക്കിക്കോളാം. ഭാരത് സേവക് സമാജിന്റെ സ്ഥാപകൻ ആര്? ഇത് മിക്കവാറും പ്രീ പ്രൈമറിയിൽ ചോദിച്ചു കൊണ്ടേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കോളാം. ആരായിരിക്കും അവിടെ?
ജവഹർലാൽ നെഹ്റുവാണ്. അത് കറക്റ്റ് ആയിട്ട് ഓർക്കുക. BSS എന്ന് നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടാകും അല്ലെ. BSS ഭാരത് സേവക് സമാജിന്റെ സ്ഥാപകൻ ജവഹർലാൽ നെഹ്റുവാണ്. അത് കറക്റ്റ് ആയിട്ട് ഓർത്തു പോകുക. അപ്പൊ ഏജൻസികൾ നിങ്ങൾ പഠിക്കേണ്ടത് മെയിൻ ആയിട്ടും ഏതിലാണ്? അന്തർദേശീയ തലത്തിൽ പഠിക്കുക, അതുപോലെ തന്നെ ദേശീയ തലത്തിൽ പഠിക്കുക, അതുപോലെ തന്നെ സംസ്ഥാന തലത്തിൽ പഠിക്കുക. അപ്പൊ അങ്ങനെ അന്തർദേശീയ ഏജൻസികളായാലും അതുപോലെ തന്നെ ദേശീയ ഏജൻസികളൊക്കെ ആയാലും അതിൽ നിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസുകൾ ചോദിച്ചു കണ്ടേക്കുന്നതാണ്. അതിൽ നമ്മൾ NCERT, SCERT, അതുപോലെ തന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, യുനിസെഫ്, യുനെസ്കോ, അതുപോലെ തന്നെ പഠിക്കാനുണ്ട് BSS, ഇതെല്ലാം പട്ടികജാതി വികസന വകുപ്പ്, ഇതെല്ലാം നിങ്ങൾക്ക് അവിടെ പഠിക്കാനുണ്ട്. അപ്പൊ അതുകൊണ്ട് അതെല്ലാം നന്നായിട്ട് പഠിച്ചു പോവുക. അപ്പോൾ ഇതിന്റെയും ആ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ നമ്മൾ ആ ഒരു ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും മസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യുക. മടിക്കേണ്ട, നമുക്ക് വളരെ കുറച്ച് സമയം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ അല്ലെ. ഇപ്പൊ നമ്മളെല്ലാവരും ആ ഒരു LP UP കഴിഞ്ഞതിന്റെ ഹാങ് ഓവറിലൊക്കെ ആയിരിക്കും. അപ്പൊ അങ്ങനെ ഇരിക്കേണ്ട, നമുക്ക് നെക്സ്റ്റ് ഒരു സ്റ്റെപ്പ് ഉണ്ട്, പ്രീ പ്രൈമറി അല്ലെ. അപ്പൊ എല്ലാവരും മസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യുക. ക്ലാസ്സുകൾ കാണാൻ നമുക്ക് ചുരുങ്ങിയ ദിവസം കൊണ്ട്, ഞാൻ ഉറപ്പ് തരുന്നു, നിങ്ങൾക്ക് ചുരുങ്ങിയ ദിവസം കൊണ്ട് നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കുന്ന സിലബസ് തന്നെയാണ് ഈ പ്രീ പ്രൈമറിയുടെ സിലബസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ അതുകൊണ്ട് ആരും മടി വിചാരിക്കേണ്ട. ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി ഇനിയും കാണാം. അതുവരെ താങ്ക് യു.